എല്ലാവർക്കും നമസ്കാരം. ഇതൊരു കമേഴ്ഷ്യൽ വാഹനമാണ്. ലൈറ്റ് കമേഴ്ഷ്യൽ വാഹനത്തിൽ ഒരു AC നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരു ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം പോട്ടെ, ഒരു റിവേഴ്സ് ക്യാമറ സേഫ്റ്റി ഫീച്ചർ ആയിട്ട് ഒരു എയർ ബാഗ് വരുന്നുണ്ട് ഡ്രൈവറിന് വേണ്ടിയിട്ട്. ഏതെങ്കിലും ഒരു കമേഴ്ഷ്യൽ വണ്ടിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതെല്ലാം ഒരു ഹിസ്റ്ററി, ഒരു ഇതിഹാസം ഉണ്ടാക്കിയിട്ട് നമ്മുടെ മഹീന്ദ്ര വന്നിരിക്കുകയാണ് ഏറ്റവും പുതിയ വീരോ ആയിട്ട്. അപ്പോൾ ഇങ്ങനത്തെ ഓരോ ഫീച്ചേഴ്സ് കൊണ്ടുവരുമ്പോഴാണ് കോമ്പറ്റീഷൻ ഒന്നുകൂടി ടഫ് ആവുന്നത്. അപ്പോൾ ഇപ്പൊ എന്തായാലും ഏറ്റവും വാല്യൂ ഫോർ മണി എന്ന് പറഞ്ഞാൽ ഈ ഒരു റേറ്റിൽ നിൽക്കുന്ന ഏറ്റവും വാല്യൂ ഫോർ മണി വേറെ ബ്രാൻഡ്സിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പൈസയ്ക്ക് ഒത്തൊരു വാഹനം എന്ന് പറഞ്ഞാൽ ഈ ഒരു മഹീന്ദ്രയുടെ വീരോ തന്നെയാണ്. അപ്പൊ ഈ വാഹനത്തിനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്കറിയാം. ഈ വാഹനത്തിൽ വരുന്ന 3 വേരിയൻസ് ആണ് വരുന്നത്: V2, V4, അതുപോലെ തന്നെ V6 വേരിയൻസ്. അപ്പൊ V2 ബേസ് വേരിയന്റ് ആണ്, V4 മിഡ് വേരിയന്റ് മുതൽ തന്നെ നമുക്ക് AC വരുന്നുണ്ട്. പിന്നെ V6 വേരിയന്റിലാണ് ഏറ്റവും ടോപ്പ് ആൻഡ് ഫീച്ചേഴ്സ് വരുന്നത്. ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് നമ്മുടെ മഹീന്ദ്രയുടെ വീരോ. കാണുമ്പോൾ തന്നെ ഉണ്ട് ഒരു വീരനെ പോലെ ഇരിക്കുന്നില്ലേ? കാരണം എന്താ പറയുക, വേറെ എതിരാളികളെ അത്രയും ഇങ്ങോട്ട് ഒരു നിശ്ചലമാക്കിയൊരു വാഹനമാണ് ഇത്. കാരണം നമ്മൾ പോലും വിചാരിക്കാത്ത കുറേ ഫീച്ചേഴ്സാണ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ ഫസ്റ്റ് പറയുകയാണെങ്കിൽ ഹാലജൻ ഹെഡ്ലാമ്പ്സ്, ഹാലജൻ ഇൻഡിക്കേറ്റേഴ്സിനെയാണ് വരുന്നത്. ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ക്രോമിയത്തിൻ്റെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു പ്രീമിയം ലുക്കാണ് കൊടുത്തിട്ടുള്ളത്. മഹീന്ദ്രയുടെ ലോഗോ വരുന്നുണ്ട്. എൻ്റെ താഴെ റിഫ്ലക്റ്റേഴ്സ് ആ ഒരു സേഫ്റ്റി പർപ്പസിൻ്റെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. താഴത്തെ ബമ്പേഴ്സ് കാണുകയാണെങ്കിൽ ബ്ലാക്ക് മാറ്റ് ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഹെഡ് ലാമ്പ്, മറ്റേ ഫോഗ് ലാമ്പിനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും റിഫ്ലക്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ വാഹനത്തിൽ. പിന്നെ നമുക്ക് വീരോ ബാഡ്ജിങ് കിട്ടുന്നുണ്ട്. അത്യാവശ്യം ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ തന്നെ അത്യാവശ്യം ഒരു അട്രാക്റ്റീവ്, ഒരു കമേഴ്ഷ്യൽ വാഹനത്തിന് ഭംഗിയുള്ളൊരു ലുക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഡോറിൻ്റെ അവിടെ വീരോ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. നമ്മളിനി ഇൻറ്റീരിയേഴ്സിലേക്ക് പോവുകയാണെങ്കിൽ ഏതൊരു ആൾക്കാർക്കും സുഖമായിട്ട് ഇംഗ്രഷൻ അത്രയും ഒരു ഈസി ആയിട്ട് ഉള്ളിലേക്ക് സുഖമായിട്ട് കയറാൻ പറ്റുന്ന രീതിയിലാണ് വാഹനം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇതാണ് വാഹനത്തിൻ്റെ കീ. ഇതാണ് വാഹനത്തിൻ്റെ കീ. നമുക്കിത് ഇൻസേർട്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. വണ്ടി മാനുവൽ ന്യൂട്രലാണ്. അപ്പോൾ ഈ വാഹനം ഡീസലിലാണ് വരുന്നത്, CNGയിലും വരുന്നുണ്ട്. അപ്പോൾ CNGയിലാണെങ്കിൽ നമുക്ക് 5 ലിറ്റർ പെട്രോൾ എക്സ്ട്രാ ഫ്യൂവൽ ടാങ്ക് വരുന്നുണ്ട്. കാരണം ഇൻ കേസ് CNG തീർന്നു പോയാൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ആക്ച്വലി ഡീസലാണ്. ഡീസൽ MDI എഞ്ചിനാണ്. 1.5 ലിറ്ററിൻ്റെ 1.5 ലിറ്റർ MDI എഞ്ചിനാണ് വരുന്നത്. എന്നാൽ CNGയിൽ നമുക്ക് ടർബോ CNG ആണ് വരുന്നത്. ഇതാണ് ഇൻറ്റീരിയേഴ്സ്, ഞാൻ കാണിച്ചുതരാം. ഇതാണ് വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ്. ഇതൊക്കെ കണ്ടോ, നമ്മളൊരു കമേഴ്ഷ്യൽ വാഹനത്തിൽ സങ്കല്പിക്കാൻ പറ്റും, അതായത് സ്വപ്നം കാണാൻ പറ്റും ഇങ്ങനത്തെ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം. ഇതിൽ നമുക്ക് റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. നമ്മൾ അപ്പോൾ പിന്നെ വിചാരിക്കും റിവേഴ്സ് ക്യാമറ അല്ലേ ഒരു ലോ ക്വാളിറ്റി ആയിരിക്കുന്നു. അല്ല, റിവേഴ്സ് ക്യാമറയുടെ ക്വാളിറ്റി ഒന്ന് നോക്കിയേ. ഞാൻ ഒന്നുകൂടി നേരെ സൂം ചെയ്തിട്ട് ഫോക്കസ് ചെയ്ത് കാണിച്ചുതരാം. കണ്ടോ എന്ത് ഭംഗിയിലാണ്, അത്രയും ഒരു HD രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടാണ് മഹീന്ദ്ര ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നുണ്ട് നമുക്ക്. അതുപോലെ AC വെൻസ് ആണ് വരുന്നത്. നല്ല തണുപ്പുള്ള AC ആണ്. ഞാൻ ഇപ്പോൾ ഒരു ഡ്രൈവ് കഴിഞ്ഞിട്ടാണ് വരുന്നത്, ഒരു കുഴപ്പമില്ല. പിന്നെ നമുക്ക് 3 ചാർജിങ് പോർട്സ് ആണ് വരുന്നത്. പവർ വിൻഡോസ് ആണ് വരുന്നത്. കണ്ടോ, ഞാൻ എത്രയും ഇങ്ങനെ ഒരു പോസിറ്റീവായിട്ട് പറയുന്നത് വേറൊന്നുമല്ല. ഒരു കമേഴ്ഷ്യൽ വണ്ടികളിലും ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ലോഡ് കയറ്റി പോകുന്ന വണ്ടികളിൽ, ലൈറ്റ് കമേഴ്ഷ്യൽ വണ്ടികളിൽ ഒരുത്തിലും ഇങ്ങനത്തെ ഒരു ഫീച്ചർ കണ്ടിട്ടില്ല. പിന്നെ നമുക്ക് ഇവിടെ ഹസാർഡ് ലൈറ്റ്സ് വരുന്നുണ്ട്. AC വെൻസിൻ്റെ കൺട്രോളിങ് ഇവിടെയാണ് വരുന്നത്. പവർ സ്റ്റീറിംഗ് ആണ് വരുന്നത്. അനായാസമായിട്ട് നമുക്ക് സുഖമായിട്ട് ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് DAF ലെവൽ കാണിക്കുന്നത്, അത് ആഡ് ബ്ലൂ ടാങ്ക് നമുക്ക് 10 ലിറ്ററിൻ്റെ ടാങ്കാണ് വരുന്നത്. ഇതാണ്. പിന്നെ നമുക്ക് പെഡൽസ് വരുന്നത് ക്ലച്ചിന്, ബ്രേക്കിൻ്റെ, ആക്സിലേറ്ററിൻ്റെ. പിന്നെ നമുക്കിവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് ഡ്രൈവറിനും പിന്നെ 2 പാസഞ്ചേഴ്സിനുള്ള കൂടി സീറ്റ്സ് ആണ് വരുന്നത്. വീൽസ് 15 ഇഞ്ചിൻ്റെ വീൽസാണ് നമുക്ക് വരുന്നത്. പിന്നെ സീറ്റിംഗ് പൊസിഷൻ കാണാം. അത്യാവശ്യം നല്ല എർഗണോമിക് സ്റ്റിയറിംഗ് വീലാണ്. നമുക്ക് ഇരുന്നാലും സുഖമായിട്ട് കംഫർട്ടബിളായിട്ട് ഇരുന്നിട്ടാണ് പോകാൻ പറ്റുന്നത്. ലോഡ് കയറ്റാത്തതിൻ്റെ ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. അതായത് അറിയാലോ, നമുക്ക് വാഹനം ജമ്പായിക്കൊണ്ടിരിക്കും, ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കും. പക്ഷേ ലോഡ് കയറ്റി പോയാൽ അത്യാവശ്യം ഹൈവേയിലും എല്ലാത്തിലും ഹൈ സ്പീഡിൽ പോകുമ്പോൾ നല്ല സ്റ്റേബിളായിട്ടാണ് വരുന്നത്. പിന്നെ വാഹനത്തിന് വരുന്നത് ലീഫ് സസ്പെൻഷനാണ് ഫ്രണ്ടിലും റെയറിലും. LSPV ബ്രേക്സ് ആണ് വരുന്നത്. അതായത് വാഹനത്തിൻ്റെ ലോഡ് അനുസരിച്ചിട്ട്, സ്പീഡും അനുസരിച്ച് എല്ലാതും കൂടിയും മെക്കാനിക്കലി ഇലക്ട്രോണിക്കലി കൺട്രോൾ ചെയ്തിട്ടാണ് നമുക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ വാഹനം മൊത്തം ഡിസൈൻ ചെയ്തിട്ട്, വാഹനം മൊത്തം അനലൈസ് ചെയ്തിട്ട് ബ്രേക്ക് കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ ഇവിടെയും നമുക്ക് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. 1550 കിലോഗ്രാമിൻ്റെ വരുന്നുണ്ട് പേലോഡ്. അതുപോലെ തന്നെ 1600 കിലോഗ്രാമിൻ്റെ പേലോഡും വരുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 വേരിയൻസ് ആണ് വരുന്നത്: V2, V4, V6. അപ്പോൾ V2 ബേസ് വേരിയൻ്റ് ആണ്. അപ്പോൾ ഇതാണ് എൻ്റെ റെയർ.
അഗൈൻ നമുക്ക് കാണാം ടേൺ ഇൻഡിക്കേറ്റേഴ്സ്, റിവേഴ്സ് ലൈറ്റ്, റിഫ്ലക്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്, റയർ ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ബ്രേക്ക് ലൈറ്റ്സ് എംബഡഡ് ആണ്. അപ്പോൾ ഇതാണ് വീരോൻ്റെ ബാഡ്ജിങ്. പിന്നെ നമുക്ക് ഈ ഒരു കാർഗോ ഫീറ്റ് വരുന്നത് 9 അടിയുടെയും 10 അടിയുടെയും, അതായത് 9 ഫീറ്റും 10 ഫീറ്റും 2 മോഡൽസിലാണ് വരുന്നത്. നമുക്ക് ഏതാ വേണ്ടതെന്ന് ചൂസ് ചെയ്തെടുക്കാം. പിന്നെ 2 കളേഴ്സിലാണ് വരുന്നത്. ഇതിപ്പോൾ കോൺക്രീറ്റ് ഗ്രേ ആണ്, അതുപോലെ തന്നെ പോളാർ വൈറ്റും വരുന്നത്. അപ്പോൾ 2 കളേഴ്സിലാണ് വാഹനം അവൈലബിൾ നമുക്ക്, വൈറ്റും ഗ്രേയും, പോളാർ വൈറ്റ് പിന്നെ കോൺക്രീറ്റ് ഗ്രേ. അപ്പോൾ പിന്നെ ഇങ്ങനത്തെ ഒരു വാഹനമാകുമ്പോൾ നമുക്ക് ചെറിയൊരു സ്ഥലത്ത് ഇട്ടിട്ട്, അതിപ്പോൾ ലോഡ് കയറ്റി പോകുമ്പോഴൊക്കെ ചെറിയ സ്ഥലത്ത് ഇട്ടിട്ട് വാഹനം തിരിക്കേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മഹീന്ദ്ര ടേണിംഗ് റേഡിയസ് കുറച്ചിട്ടുണ്ട്. 5.1 മീറ്റർ ആണ് ടേണിംഗ് റേഡിയസ്. അപ്പോൾ ചെറിയ സ്ഥലത്ത് കൂടെ നമുക്ക് സുഖമായിട്ട് അനായാസമായിട്ട് വണ്ടി തിരിച്ചെടുക്കാം. പിന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു വാഹനമാകുമ്പോൾ മൈലേജാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മൈലേജ് 18.4, അതായത് 18.4 km/ലിറ്ററിലാണ് കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വാഹനത്തെ പറ്റിയിട്ടുള്ള മെയിൻ ഡീറ്റെയിൽസ്. അപ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസ് നിങ്ങൾക്ക് നോക്കുകയാണെങ്കിലും എവിടെയും അങ്ങനെ പെട്ടെന്ന് അടി തട്ടില്ല, കാരണം അത്യാവശ്യം ഹൈറ്റിലാണ് വാഹനം ഇരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലീവ് സസ്പെൻഷൻ കൂടിയാണ്. അപ്പോൾ ലോഡ് കയറ്റി പോകുമ്പോൾ ഹൈവേ കൂടെ ഒക്കെ സ്റ്റേബിളാണ്. പക്ഷേ ലോഡ് കയറ്റാത്ത ഇത്തിരി ജമ്പ് വരുന്നുണ്ട്. അതിപ്പോൾ സാധാരണയാണ്, ഏത് ലൈറ്റ് കമേഴ്ഷ്യൽ വാഹനം നോക്കിയാണെങ്കിലും അത് അങ്ങനെ തന്നെയാണ് വരുന്നത്. പിന്നെ അഗൈൻ ഓണർമാർക്ക് കുറച്ചുകൂടി ഹെൽപ്പ് ആവാൻ വേണ്ടിയിട്ട് ഒരു ഐമാക്സ് ടെക്നോളജി പറഞ്ഞൊരു ആപ്പ് നമുക്ക് മഹീന്ദ്ര ഓഫർ ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് അതിൽ ജിയോ ഫെൻസിങ് ഉണ്ട്, അതായത് വാഹനം ട്രാക്ക് ചെയ്യാൻ പറ്റും, എവിടേക്ക് വണ്ടി പോകുന്നത്, വണ്ടിയുടെ അവസ്ഥ എന്തൊക്കെയാണെന്നെല്ലാം നമുക്ക് ആ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആ ഒരു വാഹനത്തിൽ അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഈ വാഹനത്തെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതിലും നല്ല വീഡിയോസ് നമ്മൾ എന്തായാലും വരുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ അയച്ചു കൊടുക്കുക, ആരെങ്കിലും ഹെൽപ്പ് ആവട്ടെ. കാരണം ഇങ്ങനത്തെ ഒരു വാഹനം ഈ റേറ്റിൽ ഇറങ്ങുമ്പോൾ അതൊരു വളരെ വലിയൊരു കാര്യമാണ്. അപ്പോൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന റേറ്റ് പറഞ്ഞാൽ 7.99 lakhs ആണ്. പിന്നെ 9 വരെ പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഞാൻ ഇവിടെ കോൺടാക്ട് നമ്പർ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കോൺടാക്ട് ചെയ്താൽ മതി. വാഹനം ടെസ്റ്റ് ഡ്രൈവ് എടുക്കാം, എൻക്വയറി ചെയ്യാനോ ബുക്ക് ചെയ്യാനോ എല്ലാത്തിനും ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതിലും നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും നന്ദി, നമസ്കാരം.